ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ മാസഫലം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ജൂലൈ 6 വരെ ഭാഗ്യസ്ഥാനത്ത് 9ാം ഭാവരാശിയിലും അതിനുശേഷം ആ ശുക്രൻ 10ാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ ജൂലൈ 15 വരെ 9ാം ഭാവരാശിയിലും അതിനുശേഷം 10ാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു. കുജൻ ജൂലൈ 11 വരെ 7ാം ഭാവരാശിയിലും ശേഷം ആ കുജൻ അഷ്ടമത്തിലേക്കും രാശി മാറുന്നു. ബുധൻ ജൂലൈ 18 വരെ 10ാം ഭാവരാശിയിലും അതിനുശേഷം ആ ബുധൻ 11ലേക്കും രാശി മാറുന്നു. ഗുരു അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു. ശനി 5 വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 6ലും കേതു 12ലും സ്ഥിതി തുടരുന്നു. ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അവർക്കിപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അവ ഏത് ഗ്രഹങ്ങളുടേതാണ്, അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലും ഒരേ ലഗ്നത്തിലും പെടുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ശുക്രനാണ്. ജൂലൈ 6 വരെ ഭാഗ്യസ്ഥാനത്താണ്. അതിനുശേഷം ആ ശുക്രൻ കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ്. അത് വിപരീത രാജയോഗമാണ്. 6ലാണെങ്കിൽ രാഹു ഉണ്ട്. പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത മാസമാണ് എന്ന് തന്നെ പറയാം. അതേസമയം 12-ന് ജൂലൈ 12-ന് കുജൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ കുജൻ അഷ്ടമത്തിലേക്കൊക്കെ രാശി മാറുമ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ, അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വർക്കിലൊക്കെ വളരെ കെയർഫുൾ ആകണം. കാരണം എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, പൊള്ളൽ, അതുപോലെ റിസ്ക്കുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ വേണം. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഭിക്ക് താഴെ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആ ക്ലേശങ്ങൾ മാറുന്നതിന് ചിലപ്പോൾ ഒരു സഡൻ ആയിട്ടുള്ള ഒരു സർജറി ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുവഴിയൊക്കെ ആ ക്ലേശങ്ങളൊക്കെ അവർക്ക് മാറ്റാൻ കഴിയും. അതുപോലെ ജീവിത പങ്കാളിക്ക് ആ കുജൻ 7ാം ഭാവാധിപനാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് അവർക്കും എന്തെങ്കിലും ആരോഗ്യ ക്ലേശങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ എന്ത് ക്ലേശങ്ങളായാലും അവയ്ക്ക് സഡനായിട്ടുള്ള ഒരു റിക്കവറി സാധ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ അവസാനത്തെ 2 വാരമൊക്കെ ആവുമ്പോൾ ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം. 2-ലൊക്കെ ശനിയുടെ ദൃഷ്ടിയുണ്ട്, കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ആഹാരത്തിൽ ഒരു കെയർ വേണം. അത് പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാനൊക്കെ അത് സഹായകമാകും. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ
ജന്മരാശാധിപൻ ശുക്രൻ, ആ ശുക്രൻ ജൂലൈ 6 വരെ ഭാഗ്യസ്ഥാനത്ത് ഉണ്ട്. അതിനുശേഷം കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കർമ്മസ്ഥാനത്താണെങ്കിൽ ധർമ്മഭാവാധിപതിയായിട്ടുള്ള ബുധൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനും ധർമ്മകർമ്മഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ ബുധൻ നേട്ടങ്ങളുടെ സ്ഥാനത്തും വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ രവിയും ബുധനും ശുക്രനും ഒക്കെ തന്നെ 10ൽ നിൽക്കുന്ന മാസമായതുകൊണ്ട് കർമ്മബലം ഉള്ള സമയമാണ്. അതായത് പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസമായിരിക്കും. തൊഴിലിൽ ഉയർച്ച, ഉയർന്ന പദവി, ഉയർന്ന അധികാരം ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. തൊഴിലിടത്ത് എന്ത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുന്നതിനും അതിനുള്ള ഒരു കഴിവ് അത് അഭിമുഖീകരിച്ച് അതിനുള്ളൊരു വിജയം കൈവരിക്കുന്നതിന് അവർക്ക് കഴിയും. ഇപ്പോൾ ശുക്രൻ 8ാം ഭാവാധിപത്യം ഉള്ളതിനാൽ ചെറിയ വെല്ലുവിളികളൊക്കെ ചിലപ്പോൾ ഈ തൊഴിലിടത്ത് വരും. ആ വെല്ലുവിളികൾ നമ്മൾ തരണം ചെയ്യും. അങ്ങനെ വെല്ലുവിളികൾ വരികയും പോവുകയും ചെയ്യുന്നൊരു മാസമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സർക്കാർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. അതായത് ഇപ്പോൾ തൊഴിലിലൊക്കെ സുഖം സന്തോഷമൊക്കെ അനുഭവിക്കുന്ന മാസമായിട്ട് നമുക്ക് ഈ ജൂലൈ മാസത്തെ കാണാം. അതുപോലെ സർക്കാർ തലത്തിലൊക്കെ ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇപ്പോൾ സർക്കാർ നടത്തുന്ന ഉന്നത പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റിലൊക്കെ പേരുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാനുള്ള ഉത്തരവൊക്കെ കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യത്തെ 2 വാരമൊക്കെ അനുകൂല സമയമായിരിക്കും. പൊതുവെ നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും സാധ്യതയുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 11 വരെ നല്ല പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ്. കാരണം 7ാം ഭാവാധിപൻ 7ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഈ സഡൻ ചേഞ്ചസിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ 12ന് ശേഷം ഈ പാർട്ട്നേഴ്സിനിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അപ്പോൾ അവസാനത്തെ 2 വാരം ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല. എങ്കിലും ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ഭാവകാരകനായിട്ടുള്ള ശുക്രനും ഇഷ്ടസ്ഥാനത്താണ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബിസിനസ്സിൽ നഷ്ടഭയം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നും കൂടെ മനസ്സിലാക്കുക. 11ന് ശേഷം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകണം. 7ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അപ്പം ബിസിനസ്സിലെ തന്ത്രങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തണം. ബിസിനസ്സിൻ്റെ പ്ലാനിലൊക്കെ ഒരു ചെറിയ മാറ്റമൊക്കെ വരുത്തി പോകുന്നവർക്ക് എന്ത് പ്രശ്നങ്ങൾ ബിസിനസ് വന്നാലും അത് തരണം ചെയ്യാൻ കഴിയും. അതുപോലെ വിദേശ വിപണനം നടത്തുന്നവർക്ക് പൊതുവെ ഗുരുവിൻ്റെ ആ 12ലെ ദൃഷ്ടിയൊക്കെ ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. യോഗകാരകനും 5ാം ഭാവാധിപനുമായിട്ടുള്ള ശനിയാണെങ്കിൽ 5ലാണ്. പക്ഷേ ആ 5 വക്രസ്ഥിതിയിലാണ്. കുജനാണെങ്കിൽ 12 മുതൽ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന വിജയം കരസ്ഥമാക്കുന്നതിന് അഡീഷണൽ ആയിട്ടുള്ള എഫേർട്സ് വേണ്ടുന്ന സമയമാണ്. പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ രാഹുവിൻ്റെയൊക്കെ 6ലെ സ്ഥിതി അതൊക്കെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായകമാണ്. ഡൈവേർഷനൊക്കെ ഒഴിവാക്കി പഠനം നടത്തുന്നവർക്ക് 6ലെ രാഹു പൊതുവെ ശത്രുക്കളെയൊക്കെ ഓവർകം ചെയ്യുന്നതിനും ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കുന്നതിനും ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്നതിനുമൊക്കെ ആ രാഹുവിൻ്റെ 6ലെ സ്ഥിതി വഴിതെളിക്കും. ഉന്നത പഠനം ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അവരുടെ അറിവൊക്കെ കൂടും. അതേസമയം ഗുരുവിൻ്റെയൊക്കെ അഷ്ടമത്തിലെ സ്ഥിതി പഠന ചെലവ് കൂടുന്നതിന് ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. വിദേശ പഠനത്തിനും തൊഴിലിനുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വായ്പ കിട്ടുന്നതിനൊക്കെയുള്ള സാഹചര്യവും കാണുന്നു. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ
രണ്ടാം ഭാവാധിപൻ കുജൻ 11 വരെ 7 രുചകയോഗാവസ്ഥയിലാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ധർമ്മകർമ്മസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുകൂലമാകും, പൊതുവെ സന്തോഷകരമാകും. ധനാഗമ മാർഗങ്ങൾ കൂടുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക പണം അല്ലെങ്കിൽ സർക്കാർ സഹായമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത്തരത്തിലുള്ള സഹായം ഇവയൊക്കെ 15 വരെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമത്തിനും സാധ്യത കാണുന്നുണ്ട്. ജൂലൈ 12 മുതൽ ധനഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ വരുന്നുണ്ട്. ഗുരുവുമായിട്ട് 8 നിൽക്കുന്ന സമയമാണ്. ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ അവസാനത്തെ 2 വാരമൊക്കെ ആവുമ്പോൾ അധിക ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുടുംബത്തിലായാലും അല്ലാത്ത രീതിയിലുള്ള ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചിലവ് കുറയ്ക്കുകയും ധനം ഡീൽ ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടുന്ന മാസമായിട്ട് മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7ാം ഭാവാധിപൻ കുജൻ 7 രുചകയോഗാവസ്ഥയിൽ ആദ്യത്തെ, അതായത് 11ാം തീയതി വരെ നിൽക്കുന്ന സമയമാണ്. ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആദ്യവാരം ഭാഗ്യസ്ഥാനത്താണ്. ഇപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. 11 വരെ വിവാഹ നിശ്ചയത്തിനും അനുകൂല സമയമാണ്. ശനി 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, പക്ഷെ വക്രദൃഷ്ടിയാണ്. എങ്കിലും 11 വരെ വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ്. 12 മുതൽ കുജൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നതിനാൽ ആലോചനകളിൽ തടസ്സമോ അല്ലെങ്കിൽ വിവാഹം നിശ്ചയത്തിന് കാലതാമസമൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ശനി 5 ആണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രണയബന്ധത്തിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ദാമ്പത്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മാസ ആരംഭത്തിൽ ദാമ്പത്യ ബന്ധമൊക്കെ സ്മൂത്താകും. എങ്കിലും 12 മുതൽ ദാമ്പത്യ ബന്ധത്തിൽ പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ കൊടുക്കണം. അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വീണ്ടും വീണ്ടും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതൽ വിട്ടുവീഴ്ചകളും സംയമനമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമൊക്കെ ഈ സമയത്ത് കാണണം. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ വക്രശനി 2 ദൃഷ്ടി ചെയ്യുന്നു എങ്കിലും ഗുരുവിൻ്റെ ആ 2 ദൃഷ്ടി 4 ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതൊക്കെ തന്നെ ശുക്രനും 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുടുംബജീവിതമൊക്കെ പൊതുവെ സന്തോഷകരമാകും. ഇപ്പോൾ വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ 4 ദൃഷ്ടി വളരെ സഹായകരമാണ്. 16 മുതൽ സൂര്യൻ്റെ ദൃഷ്ടി 4 വരുന്നത് കൊണ്ട് കുടുംബത്തിൽ അല്പ ഡോമിനൻസ്, അതുപോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം. ജൂലൈ 3, 4, 12, 13, 26, 27 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കൂറുകാർ ഈ മംഗളകർമ്മങ്ങളോ ശുഭകർമ്മങ്ങളോ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ നമുക്ക് സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞത് തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഫലമാണ്. തുലാക്കൂറുകാർക്ക് എല്ലാവർക്കും തുലാലഗ്നം വരണമെന്നില്ല. ചിലർക്ക് തുലാലഗ്നമായിരിക്കും, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും. അപ്പോൾ തുലാക്കൂറും തുലാലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുവെ ഈ ഫലത്തിൽ വലിയ വ്യതിയാനം ഉണ്ടാകില്ല.
അതേസമയം വ്യത്യസ്ത ലഗ്നരാശികളുള്ള തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക. അങ്ങനെ ഈ കൂറിൻ്റെ ഫലവും ആ ലഗ്നഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും. മാത്രമല്ല, കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ലഗ്നഫലവും കൂടെ കേൾക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.